ഹായ് സുഹൃത്തുക്കളെ, സഹകരണ മേഖലയിലെ പുതിയ നോട്ടിഫിക്കേഷൻസ് PSC നോട്ടിഫിക്കേഷൻസ് വരികയാണ്. അതുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റ് ആണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. പ്രത്യേകിച്ചും സഹകരണ മേഖലയിലെ പരീക്ഷകൾക്കായിട്ട് പഠിക്കുന്ന ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ച് 2026 നടക്കാനുള്ള പരീക്ഷകളാണിത്. നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ല. PSCയുടെ യോഗ തീരുമാനം അനുസരിച്ചുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. അത് നോട്ടിഫിക്കേഷൻ ഒക്ടോബർ മാസത്തിൽ തന്നെ വരുമെന്നാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പൊ നേരത്തെ പഠിച്ചു തുടങ്ങുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഒരു മികച്ച സർക്കാർ ജോലിയിലേക്കാണ് നിങ്ങൾക്ക് പ്രവേശിക്കാനുള്ള അവസരം ഒരുങ്ങുന്നത്. അപ്പൊ ഏതൊക്കെയാണ് നോട്ടിഫിക്കേഷൻസ് ഈ മാസം വരുന്നത്? ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് ബോർഡ്, അതായത് ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് ബോർഡിലേക്കുള്ള ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ എന്നുള്ളതാണ് ഒരു തസ്തിക. അതിലേക്കുള്ള നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ വരും എന്നുള്ളതാണ് PSC അറിയിച്ചിരിക്കുന്നത്. KS കാർഡ് ബാങ്ക്, കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് അഗ്രികൾച്ചർ റൂറൽ ഡെവലപ്മെന്റ് ബാങ്ക്, ആ ബാങ്കിലേക്കുള്ള അസിസ്റ്റന്റ് പാർട്ട് 1 പാർട്ട് 2 ജനറൽ കാറ്റഗറി സൊസൈറ്റി കാറ്റഗറി, ഈ രണ്ട് തസ്തികയിലേക്കുമുള്ള നോട്ടിഫിക്കേഷൻസ് ഈ മാസം തന്നെ ഉടനെ തന്നെ PSC പുറത്തുവിടും എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. പ്രത്യേകിച്ചും JDC, HDC, BCom കോർപ്പറേഷൻ ഒക്കെ പഠിച്ച ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ച് ഏറ്റവും മികച്ച ഒരു ഓപ്പർച്യൂണിറ്റി തന്നെയാണിത്. നിങ്ങൾക്ക് I+ന്റെ കോഴ്സുകൾക്കൊപ്പം ഇപ്പോൾ പഠിക്കാനുള്ള സമയമുണ്ട്. അപ്പോൾ നേരത്തെ പഠിച്ചു തുടങ്ങാതെ ചെയ്യേണ്ടത്. ഇപ്പൊ ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടറുടെയൊക്കെ സിലബസ് നമ്മുടെ മുന്നിലുണ്ട്. തൊട്ട് മുന്നേ ഒരു പരീക്ഷ കഴിഞ്ഞിട്ടുണ്ട് അല്ലെ? അപ്പോൾ അതേ സിലബസിനെ ബേസ് ചെയ്തിട്ട് തന്നെയാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഏറ്റവും നന്നായിട്ട് പഠിക്കുക. ഇത് PSCയുടെ യോഗ തീരുമാനങ്ങളുമായി ബന്ധപ്പെട്ട് പുറത്തു വന്ന നോട്ടീസാണ്. ഈ മൂന്നില് പറയുന്ന കേരള 3 അല്ല 4, 5 തസ്തികകളിൽ 4 പറയുന്നു കേരള ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് ബോർഡിൽ ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ, 5 പറയുന്നു കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് ബാങ്ക്, അതായത് KSCRD ബാങ്കിലേക്കുള്ള അസിസ്റ്റന്റ്. ഈ രണ്ട് തസ്തികകളിലേക്കും കോപ്പറേറ്റീവ് ഉദ്യോഗാർത്ഥികൾക്ക്, സഹകരണ മേഖലയിൽ യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ച് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനി ഈ തസ്തികകളിലേക്ക് നിയമനങ്ങൾ വല്ലതും നടക്കുന്നതാണോ എന്നുള്ളതാണ് നിങ്ങളുടെ സംശയം. തൊട്ട് മുന്നത്തെ ലിസ്റ്റിൽ നിന്ന് എത്ര നിയമനങ്ങൾ നടന്നു നമുക്ക് നോക്കാം. ഇപ്പോ കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് KS കാർഡ് ബാങ്കിലേക്കുള്ള അസിസ്റ്റന്റ് ജനറൽ കാറ്റഗറിയിലേക്ക് 2023 ഒരു റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നിട്ടുണ്ടായിരുന്നു. 74 അഡ്വൈസുകൾ ഇതിനകത്ത് പോയി കഴിഞ്ഞു. 74 എന്നൊക്കെ പറയുന്നത് PSCയെ സംബന്ധിച്ച് വലിയൊരു അഡ്വൈസ് നില തന്നെയാണ്. 74 അഡ്വൈസ് ഇതുവരെ പോയി കഴിഞ്ഞു. 2026 ജനുവരി ആകുമ്പോഴത്തേന് ഈ റാങ്ക് ലിസ്റ്റ് അവസാനിക്കും. ഈ പരീക്ഷ ഇനി അടുത്ത വർഷം വരുള്ളൂ, 2026 വരുള്ളൂ. ഏറ്റവും കുറഞ്ഞത് ഒരു 7-8 മാസം നമുക്ക് പഠിക്കാനായിട്ട് കിട്ടും. അപ്പൊ ഏറ്റവും നന്നായിട്ട് പഠിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ കേരള ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് ബോർഡ്, അത് കഴിഞ്ഞ വർഷം 2022 അതിന്റെ റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നിരുന്നു. ഇതിനു മുൻപ് 2019 നോട്ടിഫിക്കേഷൻ വന്നത്. പരീക്ഷ നടന്ന് 2022 റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നു. 2025 റാങ്ക് ലിസ്റ്റ് എക്സ്പയർഡ് ആയി. 58 അഡ്വൈസുകൾ അതിൽ നിന്ന് പോയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് നമുക്ക് എത്ര അഡ്വൈസുകൾ പോയി എന്നുള്ളതല്ല, ഒറ്റ വേക്കൻസി ഉണ്ടെങ്കിലും അത് നമ്മുടേതാണ് എന്നുള്ള തീരുമാനത്തോടു കൂടി പഠിക്കുക എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? നേരത്തെ പഠനം ആരംഭിക്കുക എന്നുള്ളതാണ്. I+നൊപ്പം ജോയിൻ ചെയ്ത് നിങ്ങൾക്ക് പഠിക്കാനായിട്ട് സാധിക്കും. കോപ്പറേറ്റീവ് മേഖലയിൽ വലിയ വിജയങ്ങൾ CSEB പരീക്ഷകൾക്കാണെങ്കിലും അതുപോലെ തന്നെ ഇതിനു മുൻപ് നടന്ന കേരള ബാങ്ക് പരീക്ഷകളിലൊക്കെ വലിയ വിജയങ്ങൾ നേടിയിട്ടുള്ള I+ന്റെ അതേ നിലവാരമുള്ള ക്ലാസ്സുകളിൽ നിങ്ങൾക്കും എൻറോൾ ചെയ്യാം. ഒട്ടും വൈകണ്ട, നേരത്തെ തന്നെ പഠനം ആരംഭിക്കുക. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.